കണ്ടോ എൻ്റെ ജെറേനിയ പൂക്കളുണ്ടായത്? എൻ്റെ ജെറേനിയ എങ്ങനെയാണ് പുതിയ ചെടികൾ ഉണ്ടാക്കുന്നത് എന്നുള്ളത് നമുക്കൊന്ന് വീഡിയോയിലിട്ട് പോവാം. കണ്ടില്ലേ, ആരാലും ഉണ്ടാക്കി പോകും ഇതിൻ്റെ ഭംഗി കണ്ടാൽ. വേറെ വലിപ്പ എന്നാ പേര് നമുക്ക് വീഡിയോയിലിട്ട് പോവാൻ. ഹൈ കൂട്ടുകാർ, കൃഷിയെ സ്നേഹിക്കുന്ന എല്ലാവരെയും റിക്കിയാസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരുടെ മുമ്പിലേക്ക് വരുന്നത് നടീൽ എന്ന് പറഞ്ഞാൽ പച്ചക്കറി കുറേ നട്ടു, കിഴങ്ങ് വർഗ്ഗങ്ങൾ കുറേ നട്ടു, എല്ലാം ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരെ കാണിച്ചു തന്നു. വിളവെടുപ്പ് ഞാൻ കാണിച്ചു തന്നു. ഇന്ന് ഞാൻ അതിന് മാറ്റി പിടിച്ചതാണ്. ഇന്ന് പൂക്കളാണ്, ഇന്ന് പൂച്ചെടിയാണ് നടുന്നത്. നമ്മളെ വീടിൻ്റെ മുമ്പിൽ, വീട് വളരെ ചെറുതാണെങ്കിലും ശരി, വീടിൻ്റെ മുമ്പിൽ നല്ല പല വർണ്ണങ്ങളുള്ള പൂക്കളുണ്ടായി പ്രത്യേക ഒരു അഴകാണ്. വീടിന് പ്രത്യേക ഒരു സൗന്ദര്യം കൂടും. അപ്പം ഞാൻ ഇന്ന് നടാൻ ഉദ്ദേശിച്ച ചെടി ജെറേനിയ എനിക്ക് കമൻറ്റ് വന്ന് കണ്ട് എൻ്റെ ജെറേനിയം കണ്ട് ഭയങ്കര കൊതിയായിട്ട് നഴ്സറിയിൽ പോയി ജെറേനിയ വാങ്ങി കൊണ്ടുവന്ന് നട്ടു ഉഷാറായി വന്ന് അതങ്ങ് വാടിപ്പോയി എന്നൊക്കെ പറഞ്ഞു. എനിക്കും സങ്കടമായി കേട്ടപ്പെട്ടോ. അപ്പോൾ എങ്ങനെയാണ് ഞാൻ ജെറേനിയ നട്ടുപിടിപ്പിക്കുന്നത്, ഞാൻ എങ്ങനെയാണ് പരിപാലിക്കുന്നത്, എപ്പോഴാണ് നനയ്ക്കുന്നത്, എന്തൊക്കെയാണ് ചേർക്കുന്നത്, എല്ലാം എൻ്റെ പ്രിയപ്പെട്ടവർക്ക് ലൈവായിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ജെറേനിയ ഇതാണ് എൻ്റെ ജെറേനിയ പല കളറിലുള്ളുണ്ട്. ഇത് കട്ട ചോപ്പ, എനിക്ക് ചോപ്പേ ഇഷ്ടമുള്ളൂ. പൂക്കൾ എന്ന് പറഞ്ഞാൽ എനിക്ക് ചോപ്പ് ഭയങ്കര ഇഷ്ടമാണ്. ഇത് വിരിഞ്ഞ് കഴിഞ്ഞില്ല കേട്ടോ, അത് ഇനിയും വിരിയാനുണ്ട്. അത്രക്കും വലിപ്പം അതിന്. പിന്നെ പ്രത്യേകത എന്താണെന്നറിയോ, ഇത് വിരിഞ്ഞാൽ തന്നെ കുറേ ദിവസം മായാണ്ട് നല്ല ലെങ്കി മറിഞ്ഞിങ്ങനെ നിൽക്കും. ഇത് വെള്ളമുണ്ട്, റോസ് ഉണ്ട്, പിന്നെ ഇളം റോസ്, കടും റോസ്, പിന്നെ ഈ ചോപ്പ് എല്ലാം ഉണ്ട്. ഇപ്പം ഇത് എല്ലാ പൂച്ചെടികളും ഒരേ സ്വഭാവക്കാരല്ല, അത് ഞാൻ ആദ്യം തന്നെ പറഞ്ഞുതരാം. ഒരേ സ്വഭാവക്കാരല്ല. ചിലവർക്ക് നല്ല സൂര്യപ്രകാശം കിട്ടണം, വെയിൽ നന്നായിട്ട് കിട്ടണം. ചിലർക്ക് തീരെ കിട്ടരുത്, കിട്ടിക്കഴിഞ്ഞാൽ പടം കുഴഞ്ഞു പോവുക. ചില ചെടികൾക്ക് ഒരു 50% അങ്ങനെ കിട്ടുന്നത്. സ്വഭാവം പല വിധമാണ് ഇവരുടേത്. അപ്പോൾ ഈ ബോഗൺവില്ലല്ലേ, കടലാസ് പൂവ്, അതിന് ഫുൾ ടൈം വെയിലിട്ടിരിക്കണം. ഈ ജെറേനിയത്തിനൊക്കെ ഒരു ഹാഫ് വെയിൽ മതി, നല്ല വെയിൽ വേണമെന്നൊന്നുമില്ല. അപ്പം പിന്നെ ജെറേനിയത്തിൻ്റെ പരിപാലനം തന്നെ അങ്ങ് തുടങ്ങുക. നമ്മൾക്ക് ഈ ചുവന്നതൊക്കെ അങ്ങ് വാടി വരുന്നതൊക്കെ അങ്ങോട്ടേക്ക് കട്ട് ചെയ്ത് മാറ്റുക. അങ്ങ് പിന്നെ പൂവിട്ട് കഴിഞ്ഞ് ഞാൻ തുടങ്ങുമ്പോൾ നടുന്നതിന് മുമ്പ് തന്നെ ഞാൻ പറഞ്ഞുതരാം എന്താണ് നിങ്ങളത് വാടിപ്പോയതെന്നുള്ളത് എനിക്ക് പറയാൻ അറിയുന്നില്ല. എൻ്റെത് ഇതുവരെ വാടിയിട്ടൊന്നുമില്ല, ഉഷാറായിട്ടേ ഉള്ളൂ. പൂവിട്ട് കരിഞ്ഞാൽ പിന്നെ അതങ്ങ് പൊട്ടിച്ചളിയുക. എന്നിട്ട് പൊട്ടിച്ചിട്ട് ഞാൻ ചോപ്പ് വിരിഞ്ഞു കൊടുക്കുന്ന കേട്ടോ, പൊട്ടിക്കാൻ പോയത് സങ്കടമായി പോകേനു. ഇതെല്ലാം പൊട്ടിച്ച് കളിയുക. ഇങ്ങനെ എപ്പോൾ ഫ്രഷായിട്ട് നിർത്തുക. അധികം വെയിലും കൊണ്ടിക്കരുത്, വെയിൽ കൊള്ളണം, വേണം വെയിൽ. അങ്ങനെയൊക്കെ ആയിക്കഴിഞ്ഞാൽ നന്നായിട്ട് പൂക്കുമല്ലോ. ഇത് കണ്ടോ, നിറയെ പൂത്ത്, ഇവിടെ ഒക്കെ മൊട്ടുക, പൊട്ടിക്കാൻ തോന്നൂല. കണ്ടോ എൻ്റെ ജെറേനിയ നോക്ക് എങ്ങനെയാ, എൻ്റെ ജെറേനിയത്തിൻ്റെ ഉഷാർ നോക്കി. ഈ ജെറേനിയ ഞാൻ കട്ട് ചെയ്യുന്നതും വേര് പിടിപ്പിക്കുന്നതും പുതിയ നടുന്നൊക്കെ കാണിച്ചു തരാം. എന്നാൽ വരി, ഞാൻ പുതിയ ജെറേനിയ പിടിപ്പിക്കുന്ന എങ്ങനെയാ നോക്കട്ടോ. ഇത് ഒരു ജെറേനിയത്തിൻ്റെ ചെടിയാണ്. അപ്പം ഇതിൻ്റെ പൂവൊക്കെ കരിഞ്ഞു പോയിട്ടുണ്ട്, ഇതിൻ്റെ ഒക്കെ പോയി. ഇതാ, എന്നിട്ട് ഇവിടുന്ന് അങ്ങ് കട്ട് ചെയ്യുക. ഇതങ്ങ് കൊണ്ടുപോയി നട്ടാൽ മതി, സൂപ്പറായിട്ടുണ്ടാവും. അടിയത്തൊക്കെ അങ്ങോട്ട് പോക്കുക, വേര് പിടിപ്പിക്കാനാട്ടോ. എന്താ, ഇത് മതി നമുക്ക് സൂപ്പറായിട്ട്. ഇതെങ്ങനെയാണ് വേര് പിടിപ്പിക്കുന്നത് എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. എന്നാൽ വേര് ജെറേനിയ നടുമ്പോൾ മനസ്സിലാകുന്നില്ല എന്ന് ഓരോരുത്തർ പറയുന്നുണ്ട്, വേഗം നാശമായി പോകാമെന്ന് പറയുന്നുണ്ട്. അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇന്നത്തെ വീഡിയോ. അപ്പോൾ അതാ ഞാൻ മുളപ്പിക്കുന്ന രീതിയാട്ടോ. ഒരു പ്ലാവിൻ്റെ ഇല എടുത്ത് കുമ്പിൾ കുത്തിയിട്ട് ഈർക്കിളി കൊണ്ട് കുമ്പിൾ കുത്തുക. ഈർക്കിളിയും പ്ലാവിൻ്റെ ഇലയും കിട്ടാത്ത ഒരാളുണ്ടാവില്ല. അല്ലെ പിന്നെ സിറ്റിയിൽ ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്നവർക്ക് അവർക്ക് കിട്ടുന്നുണ്ടാവില്ല. ചിലപ്പോൾ നമ്മൾ വെറും ഗ്രാമീണ നാടന്മാർക്ക് നമുക്കെല്ലാം കിട്ടും. ശുദ്ധവായു ഇതിലേക്ക് ഇടുക. എന്നിട്ട് ഈ ഒരു ജെറേനിയത്തിൻ്റെ തണ്ടില്ലേ, ഇവിടെ ഇങ്ങനെ വെക്കുക. വെച്ചിട്ട് കുറച്ചും കൂടി മണ്ണിട്ടിട്ട് നനച്ച് കൊടുത്താൽ ഇതിന് വെയിൽ കൊള്ളിക്കുന്ന എപ്പാന്നറിയോ, ഇതിന് വേരിങ്ങോട്ട് പുറത്തേക്ക് ചാടും. ആ സമയത്തേ ഞാൻ വെയിൽ കൊള്ളിക്കുള്ളൂ. അപ്പം നമ്മളിങ്ങനെ കൂർപ്പിച്ച ഈ ഒരു സംഭവം ഏടി നിൽക്കൂല. അപ്പം അത് നിൽക്കാൻ വേണ്ടിയിട്ട്
എന്തായാലും നമ്മൾ ഈ ജെറേനിയത്തിനൊക്കെ നട്ടു കൊടുക്കുമല്ലോ, അല്ല നനച്ചു കൊടുക്കല്ലോ, എപ്പോഴും നനക്കണമല്ലോ. ഇപ്പം നനക്കുമ്പോൾ ഇവിടെ ഇങ്ങനെ കുഴിച്ചിട്ട് ഇങ്ങനെ അവിടെ ഇറക്കി വെക്കുക. ഇങ്ങനെ അങ്ങ് ഇറക്കി വെച്ചാൽ ഇതിന് ഇങ്ങനെ പൈപ്പിലൂടെ അവിടെ ഒഴിച്ചുകൂടരുത്, മെല്ലെ ഒഴിക്കാവും. ഇതിനൊക്കെ ഒരു മയം വേണം, എന്നാലേ ഇത് ഉണ്ടാവും. ഇതിന് വേണമെങ്കിൽ അങ്ങനെ ശക്തിയിൽ ഒഴിക്കുക, അതൊക്കെ വലിയ ആൾക്കാരായി മാറി. ഇത് നൈസാ, ഇതിന് മെല്ലെ ഒഴിച്ചു കൊടുക്കാവും. അങ്ങനെ ഒഴിച്ചു കൊടുത്താൽ നമുക്ക് ഒരു 2 ആഴ്ച കഴിയുമ്പോൾ നിറയെ വേരുണ്ടാവും. അത് ഇതോടുകൂടെ ആ പ്ലാവിൻ്റെ ഇല വേഗം കമ്പോസ്റ്റ് ആവും. അത് വലിച്ചൂരിയടിക്കൊന്നും വേണ്ട. എന്നിട്ട് മണ്ണ് മാന്തി ഇലങ്ങ് വെച്ചാൽ മതി, സൂപ്പറായിട്ടുണ്ട്. അങ്ങനെ ഉണ്ടാക്കിയതാണ് എൻ്റെ ഈ ജെറേനിയ. അല്ല എനിക്കിഷ്ടം പോലെ ജെറേനിയ കേട്ടോ. അതിന് നമുക്ക് ഞാൻ മുളച്ച ജെറേനിയ ഉണ്ടല്ലോ, അത് കാണിച്ചു തരാം. അതാണ് നമുക്ക് ഇന്ന് നടാൻ പോകുന്നത്. വരി, ഞാൻ ജെറേനിയ നടുന്നത് പോട്ട് തന്നെ അടപ്പം. പിന്നെ ഒക്കെ പരിഷ്കരിച്ചല്ലോ ഞാൻ, പഴയ ശ്രീമന്തിയാക്കൊന്നും ഇപ്പം ഞാൻ എടുക്കുന്നില്ല, ഒക്കെ മാറി, ഒക്കെ കാലം മാറുന്നതനുസരിച്ച് ഞാനും കോലം മാറി. അപ്പോൾ പോട്ട് കുറേ വാങ്ങി ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരെ കാണിച്ചു തന്നാണല്ലോ. അപ്പോൾ പോട്ടിലാണ് ഞാൻ നടുന്നത്, നമ്മൾ മുറ്റത്താണ് വെക്കുന്നത്. അപ്പം പിന്നെ കുറച്ച് അലങ്കാരമൊക്കെ വേണം, പൂക്കളെ അലങ്കാരത്തിനാണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റിൽ തന്നെ ഞാൻ ചകിരി ഇടുന്നത്. സാധാരണ ഞാൻ ബെഡ് പൊളിച്ച ചകിരി ആയിരുന്നു ഇടല്. ഇന്ന് പിന്നെ തേങ്ങ പൊളിച്ച ചകിരിൻ്റെ അടുത്തുണ്ട്, അത് അടിയിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുക. ഇതിടുന്നത് എന്തിനാണെന്നറിയോ? കൂത്തി ഒലിച്ചിട്ട് നമ്മൾ പോട്ടി മിക്സ് ഒന്നും പോവാതിരിക്കാനും, ഹോൾസ് അടയാതിരിക്കാനും, വെള്ളം കുറച്ചൊക്കെ ആവശ്യത്തിന് പിടിച്ച് വെക്കാനും, അങ്ങനെയുള്ള ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് ഈ ചകിരി ഇടുന്നത് ഹോൾസിൻ്റെ മേലെ. അതിന് ശേഷം ഞാൻ ഇത് എൻ്റെ മുറ്റത്തുനിന്ന് ദിവസേന അടിച്ചു വാരിയിട്ട് കിട്ടുന്ന എല്ലാ പൂക്കളും ഇലകളും എല്ലാം ഞാനിങ്ങനെ ചാക്കിൽ വെക്കും. അങ്ങനെ മഴയൊക്കെ കൊണ്ടിട്ട് മഴയും വെയിലും ഒക്കെ കൊള്ളും. അങ്ങനെ അങ്ങോട്ട് ഇത് സോഫ്റ്റായിട്ട് മണ്ണൊക്കെ കലർന്നിട്ട് അതാണ് ഞാൻ ഇടുന്നത്. ഇതിട്ട് കഴിഞ്ഞാലുണ്ടല്ലോ, ഇതിൽ ധാരാളം മണ്ണുണ്ട്, എല്ലാം ഉണ്ട്. കല്ലൊക്കെ മാറ്റാം, കല്ല് മാറ്റാം, പ്ലാസ്റ്റിക് മാറ്റാം, ഒക്കെ ഉണ്ടാവും. ഒക്കെ നമുക്ക് നടുമ്പോൾ അങ്ങ് മാറ്റിയാൽ മതി. അങ്ങനെ മാറ്റിയിട്ട് ഇതങ്ങ് ഇട്ടാൽ നല്ല സോഫ്റ്റായിരിക്കും. ഏത് ചെടികൾക്കും വേണ്ടത് സോഫ്റ്റ് മണ്ണാണ്. കാരണം എന്താണെന്നറിയാം, വേരാണ് ജലവും ലവണങ്ങളും ചെടികൾക്ക് എത്തിച്ചു കൊടുക്കുന്നത്, തണ്ട് ഇലകൾക്കൊക്കെ. അപ്പോൾ അത് ജലവും ലവണങ്ങളും വലിച്ചെടുക്കണമെങ്കിൽ സോഫ്റ്റ് മണ്ണായിരിക്കണം, വേര് നെട്ടോട്ടോടണം. അതിന് ഇങ്ങനെയൊക്കെ ഇട്ടാൽ മണ്ണ് സോഫ്റ്റാവും. പാറ പോലെ ആയാലുണ്ടല്ലോ ചെടി മുരടിച്ചു പോയാൽ തന്നെ നമുക്ക് എല്ലാം ഉന്മേഷം കുറയും. കാണുമ്പോൾ തളിരുണ്ടാവൂല, മൊട്ടുണ്ടാവൂല, പൂക്കൾ ഉണ്ടാവൂല. നമ്മൾ പണ്ട് തന്നെ നടുന്നത് എന്തിനാ? പൂക്കളൊക്കെ അടിപൊളി പൂക്കൾ ഉണ്ടാവാനല്ലേ. അപ്പോൾ നമുക്ക് ശ്രദ്ധിച്ചാൽ മതി. ഇതാണ് സംഭവം. ഇങ്ങനെയാണ് ഞാൻ എൻ്റെ പൂച്ചെടികളൊക്കെ നടൽ. സോഫ്റ്റ് ആയിരിക്കണം, അത് നിർബന്ധമുള്ള സംഭവമാണ്. മണ്ണ് കോരിട്ട സ്ഥലത്തൊക്കെ എന്തെങ്കിലും വാഴ വെച്ച് വെക്കേണ്ടി നല്ല കൊല ഉണ്ടാവും. അതിൻ്റെയൊക്കെ പിന്നിൽ സോഫ്റ്റ് മണ്ണായിട്ടാണ്. അങ്ങനെ ഞാൻ കരിയിലയും പൂക്കളും എല്ലാം ഉണങ്ങിയത് ഞാൻ ഇതിലേക്ക് അങ്ങിട്ട്. ഇനി ഞാൻ എൻ്റെ കുറച്ച് ശീമക്കൊന്നുണ്ട്, അതൊന്ന് ഇട്ടാട്ടെ. അതെനിക്ക് മസ്റ്റാണ്. ശീമക്കൊന്ന എല്ലാത്തിനും എനിക്ക് വേണം. ശീമക്കൊന്നാന്ന് പറഞ്ഞാൽ ഇത് ചാണകത്തിന് അതിനേക്കാളും ഗുണം ചെയ്യുന്നതാണ്. അപ്പോൾ നൈട്രജൻ്റെ ഒരു കലവറയാണ്. നൈട്രജൻ എന്തിനാ ചെടികൾക്ക് നിങ്ങൾ വിചാരിക്കുന്നവരുണ്ടാവും. നൈട്രജനാണ് ചെടികൾക്ക് വേരിന് ആരോഗ്യം ശക്തിയൊക്കെ കൊടുക്കുന്നതും ധാരാളം തളിരുണ്ടാകാൻ സഹായിക്കുന്നതും ഇലകൾക്ക് പച്ചപ്പ് നിലനിർത്തുന്നതും എല്ലാം ഈ നൈട്രജനാണ്. ഈ നൈട്രജൻ്റെ കലവറയാണ് നമ്മളെ ശീമക്കൊന്ന. ഇതും ഇട്ട് ഇനി അടുത്തത് ഞാൻ ഇതിൻ്റെ മേലെ കുറച്ച് മണ്ണിട്ടാട്ടെ കേട്ടോ. മണ്ണിടുന്നതിൻ്റെ മുമ്പേ ഞാൻ എൻ്റെ ജെറേനിയത്തിൻ്റെ തൈകൾ കാണിച്ചു തരാം. ഇങ്ങനെയുള്ള ഒരു ജെറേനിയല്ലേ, അത് ഞാൻ രാവിലെ ദിവസം വന്നിട്ട് ഇങ്ങനെ പുല്ല് പറിക്കും, നനക്കും, വളം കൊടുക്കും, വരുമായിട്ട് ഇങ്ങനെ ഇടപഴകും ഞാൻ. അങ്ങനെ ഒരു ദിവസം ഞാൻ നോക്കുമ്പം വലിയൊരു കൊമ്പ് പൊട്ടി വീണെടുക്കുന്നു. ആരോ രാത്രി ആക്രമിച്ചത്, ഏതോ ജീവികൾ. പിന്നെ അവിടെ കിടന്ന് കരഞ്ഞിട്ട് കാര്യമല്ലല്ലോ. ഞാൻ സടകൊടഞ്ഞ് എഴുന്നേറ്റിട്ട് ഞാൻ എന്താക്കിയെന്നറിയോ, 3-4 പീസ് ഇങ്ങോട്ടാക്കിയിട്ട് ഇങ്ങനെയുള്ള പാത്രത്തിൽ അങ്ങ് വെച്ച് കൊടുത്ത്. ഇങ്ങനെയുള്ള പാത്രത്തിൽ അങ്ങ് വെച്ച് 2 ആഴ്ച കഴിഞ്ഞ് നോക്കുമ്പോൾ ഞാൻ അന്ന് കരഞ്ഞെങ്കിലും ഇന്ന് ഞാൻ ഹാപ്പി ആയിട്ടോ. എനിക്ക് 4 എണ്ണം ഒന്നും എടുത്തില്ല, അങ്ങനെ 4 എണ്ണം ജെറേനിയം തൈ
പിന്നെ എനിക്ക് മനസ്സിലായ എന്താ പറയുക, ഞാൻ ഒന്നിനും പ്രൂൺ ചെയ്തില്ലായിരുന്നു. അപ്പം പ്രകൃതി തന്നെ പ്രൂൺ ചെയ്ത് തന്നതാണോ എന്ന് ഞാൻ സംശയിക്കുന്നുണ്ട്. എന്തായാലും അവിടെ ആ കുറ്റിമേൽ നല്ലൊരു ചെടി ഇങ്ങോട്ട് വന്ന് ഇത്രയും ചെടികളുടെ ഇത് മൂന്നും ഞാൻ ഇന്ന് നടാൻ ഉദ്ദേശിച്ചത്. ഇതാണിപ്പോൾ ഞങ്ങളെ കാണിച്ചു തന്ന് ഒന്നേ നട്ട് കാണിച്ചിരുന്നുള്ളൂ. ഇപ്പം നല്ല ജെറേനിയം കിട്ടിയില്ലേ. ഇനിയിപ്പോൾ ഇതിലൊക്കെ പൂക്കൾ ഉണ്ടാവും. നടാൻ നല്ല എളുപ്പമാണ്. ഇത് ഞാൻ കുമ്പിൾ കുത്തി നട്ടതല്ല, അന്നേരം ഇതിങ്ങെടുത്ത് നട്ടതേന്. ഇതാ നല്ലൊരു ജെറേനിയോ നല്ല തളിരും ഒക്കെ ഇവിടൊക്കെ ഇതാ പുതിയ പുതിയ വരുന്നുണ്ട്. ഇപ്പം ഞാൻ നട്ടിട്ട് മണ്ണിടാന്ന് വിചാരിച്ചതാ. നട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇത് ഞങ്ങൾ എടുക്കേണ്ടി വരും. നല്ല അടിപൊളിയായിട്ട് ഈ പൂക്കളൊക്കെ വിരിഞ്ഞ പോലെ അടിപൊളിയിൽ വിരിയട്ടെ. എനിക്ക് മാത്രമല്ല, എൻ്റെത് കണ്ട് അതുപോലെ നടുന്ന കുറേ പ്രിയപ്പെട്ടവരുണ്ട്. കുറച്ച് ആൾക്കാരൊന്നുമല്ല. എന്നിട്ട് പൂക്കൾ നഴ്സറി പോയി വാങ്ങി നടുന്നുണ്ട്. ഞാൻ ഇന്നലെ തന്നെ കമൻറ്റിൽ ഞാൻ വായിച്ചു, അവർക്ക് സങ്കടം വന്നു പോയത് ഉണങ്ങിപ്പോയി, പിന്നീട് വാടിപ്പോയി. വെള്ളം കൂടിയതാണോ മോളെ അത്? എനിക്കറിയില്ലേ എന്താ പറ്റിയത്. നിൻ്റെ പൊട്ടിപ്പോല അങ്ങനെ അങ്ങനെ മേലെ മണ്ണുണ്ട്. ഇത്രേ പണിയുള്ളൂ. ഇനി ഞാൻ എന്ത് ചെയ്യുമെന്നറിയോ? ഞാൻ ചെയ്യുന്ന പണികളാണ് ഞാൻ പറഞ്ഞിരുന്നു. ഇനി ഞാൻ ഇതിപ്പോൾ നല്ല തെളിഞ്ഞ് വേരോട്ടൊക്കെ ആയതാണ്. എന്നാലും ഞാൻ ഒരാഴ്ച തണലത്ത് വെക്കും. ഒന്ന് സെറ്റാവണം ഇതുമായിട്ട്. തണലത്ത് വെക്കും. പിന്നെയെന്ന് പറഞ്ഞാൽ തണലത്തുനിന്ന് ഒക്കെ സെറ്റായി കാരണം വെയിലത്ത് വെച്ച് ഞാൻ ദിവസവും പൂക്കളിടയിലൊക്കെ അങ്ങനെയൊക്കെ പരിശോധിക്കും, നനച്ചു കൊടുക്കും. ഉണങ്ങുന്നുണ്ടെന്ന് കണ്ടാൽ അപ്പം വാടുന്നുണ്ട്, നല്ല മണ്ണ് ഉറപ്പുള്ളതാണെന്ന് അപ്പത്തിൽ ഞാൻ നനച്ചിട്ട് ഇങ്ങനെ കുത്തി 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 നല്ല സോഫ്റ്റാക്കി മാറ്റും. അങ്ങനെ എല്ലാം ചെയ്താൽ തന്നെ നമുക്ക് പൂക്കൾ ഉണ്ടാവുള്ളൂ. പൂക്കൾ ഇങ്ങനെ വെറുതെ ഒന്നും ഉണ്ടാവും. അതിന് പിന്നിൽ നല്ല അധ്വാനം തന്നെ ഉണ്ട്. പിന്നെ പൂക്കൾ എന്ന് പറഞ്ഞാൽ നമുക്കൊരു മാനസിക ഉന്മേഷമാണല്ലോ, മനസ്സിനൊരു ശാന്തത, ഒരു സമാധാനം. ഇവരുമായിട്ട് ഇങ്ങനെ കാണുമ്പോൾ ഇവരുമായിട്ട് സംസാരിക്കുമ്പോൾ നല്ലൊരു വ്യായാമം കൂടിയാണ്. ഇങ്ങനെ വെള്ളം കൊണ്ടുവന്ന് ഒഴിക്കുന്ന, നനയ്ക്കുന്ന, വൃത്തിയാക്കുന്ന ഒരു വ്യായാമമാണല്ലോ. പിന്നെ നമുക്ക് നല്ല ശുദ്ധവായുവാണ്. ഒരു കാർബൺ ഡൈ ഓക്സൈഡ് സ്വീകരിച്ചിട്ട് ഓക്സിജൻ പുറത്തേക്ക് വിടും. അപ്പം നമുക്ക് നല്ല ശുദ്ധവായു കിട്ടും. പിന്നെ നല്ല തണുപ്പാണ്. മുറ്റം നിറയെ പൂക്കളുണ്ടാകും. മുറ്റത്ത് നല്ല തണുപ്പുമായിരിക്കുമല്ലോ. അപ്പോൾ നമുക്ക് വ്യായാമമാണ്, മാനസിക ഉല്ലാസമാണ്. എല്ലാം പൂക്കൾ പിടിപ്പിക്കുന്ന എല്ലാം കൊണ്ടും നല്ലത്. അതിനൊക്കെ പുറമെ നല്ലൊരു അഴകുമാണ് വീടിന്, നല്ലൊരു സൗന്ദര്യമല്ലേ ഇതൊക്കെ കാണുമ്പോലെ. പണിയൊക്കെ കഴിഞ്ഞ് തളർന്ന് വന്നിങ്ങനെ മുറ്റത്ത് നമ്മൾ പൂക്കളിലൊക്കെ നടക്കുമ്പോൾ കണ്ടോ. അപ്പോൾ എല്ലാവരും പൂക്കളൊക്കെ വെച്ച് പിടിപ്പിക്കുക കേട്ടോ. ഞാനൊരു പ്രചോദനം ആയിക്കോട്ടെ വിചാരിച്ച് പറഞ്ഞു തന്നതാണ്. പച്ചക്കറിയും പിടിപ്പിക്കുക, കൂട്ടത്തിൽ ഇതും പിടിപ്പിച്ചാൽ ഇത്രേ ഉള്ളൂ. ഇനി ദിവസം ഇങ്ങനെ നനച്ചു കൊടുത്താൽ മതി. അങ്ങനെ നനച്ചിട്ട് ഞാൻ നോക്ക്, 1 2 3 4 ഇവിടെ മുട്ട് 5, ഇവിടെ ഇതൊരു മുട്ട് കണ്ടതാ 6. ഇതിങ്ങനെ ഇതിൻ്റെ വലിപ്പം നോക്ക്, എന്താ വലിപ്പല്ലേ. ഇവരിങ്ങനെ നോക്കി നിൽക്കേണ്ട, ഇവരും ഞാൻ രാജാവായി വളർത്താം. പോട്ടി മിക്സൊക്കെ ഞങ്ങൾ കാണിച്ചതല്ലേ, അതുപോലെ തന്നെ ഇത്രയേ വേണ്ടു. ഞങ്ങോട്ട് ഉഷാറായിക്കോളൂ. അങ്ങനെ 2 എണ്ണം നട്ട് ഇനി ഇതും കൂടെ നടട്ടെ. ചെടി ഭ്രാന്ത് കൊണ്ട് ചെടി ഭ്രാന്ത് തലക്ക് പിടിച്ചത് കൊണ്ട് എപ്പം ഇങ്ങനെ പോട്ടിൽ മണ്ണ് നിറച്ച് വെക്കും. പോട്ടി മിക്സൊക്കെ ചേർത്ത് വെക്കും ഞാൻ. അതുകൊണ്ട് സുഖമാണ്. എന്തെങ്കിലും ഒരു കമ്പ് ഇടുന്നോ കിട്ടിയാൽ വേഗം അങ്ങ് നടാ. എന്താ 3ാമത്തേത്. അങ്ങനെ 3 ജെറേനിയം. ഈ ജെറേനിയ എൻ്റെത് ഞാൻ ബാക്കിയുള്ള മൊത്തം പ്രൂൺ ചെയ്യുക. എന്നിട്ട് ഞാൻ നടുക. പ്രൂൺ ചെയ്തിട്ട് നിറയെ ആക്കുക. ഇവിടെ മെനയാന്ന് എൻ്റെ അടുത്ത് കാണാൻ വേണ്ടിയിട്ട് കമ്പളക്കാട് നിന്ന് ഒരാൾ വന്നു. പേര് മറന്നുപോയി, പേരൊക്കെ പറയലുണ്ട്. അവർ പറയുക, നിങ്ങളെ പൂക്കൾ എവിടെ പോയി? എൻ്റെ പൂക്കൾ പാമ്പ് കാരണം മൊത്തം ഞാൻ മാറ്റി പേടിപ്പിച്ച ആൾക്കാർ എന്നെ പേടിപ്പിച്ചു. അപ്പോൾ ആദ്യത്തെ ആ ലങ്കി മറിയുന്ന പൂക്കൾ കുറച്ച് കുറഞ്ഞിപ്പോൾ. അപ്പോൾ ഞാൻ രണ്ടാമത് ഇന്നൊക്കെ അതിൻ്റെ തിരക്കിലായിരുന്നു. എൻ്റെ സ്റ്റാൻഡൊക്കെ ഉണ്ടാക്കിയല്ലോ. ഞാൻ ലാസ്റ്റ് ഞാനൊരു ഗാർഡൻ ടൂർ ഇട്ടു, അന്നേരം കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ അതിന്നിപ്പോൾ ഉച്ച വരെ എനിക്ക് പണിയിരുന്നു. അപ്പോൾ അവിടെ ഞാൻ നിറച്ചിങ്ങനെ ഇതൊക്കെ പിടിപ്പിക്കാൻ ഇതെല്ലാം ഉണ്ട്. ഒക്കെ തളിര് ഇവിടെയൊക്കെ തളിര് വന്ന് പൂവുണ്ടായി കഴിഞ്ഞാലേ ഇതാ. അങ്ങനെ ഞാൻ വിജയകരമായിട്ട് ഇന്ന് 3 ജെറേനിയം ഞാൻ പിടിപ്പിച്ചു.
ദാ. ഇനി എൻ്റെ ഒരു വരി ഫുള്ളായിട്ട് ജെറേനിയം, ഒരു വരി ഫുള്ളായിട്ട് ഡെയ്സി, ഒരു വരി ഫുള്ളായിട്ട് ബാൾസം നാടൻ. അങ്ങനെ അങ്ങനെ എൻ്റെ പ്ലാനിങ് കേട്ടോ. കുറച്ചൊക്കെ പ്ലാനിങ് ആയി വരുന്നുണ്ട് അൽഹംദുലില്ലാ. ഇനി ഞാൻ നനക്കട്ടെ. ഇനിയിപ്പോൾ പുതിയ പിടിപ്പിച്ചവർക്ക് കുറച്ച് മണ്ണിട്ട് കൊടുത്താൾ അത് കുറഞ്ഞെന്നുള്ള പരാതി വേണ്ട. നമുക്ക് മക്കൾ എല്ലാവരും തുല്യ തന്നെയാണ്. ഞാൻ മക്കളെ പോറ്റും പോലെ എൻ്റെ ചെടികളെ ഞാൻ പോറ്റുന്നു. ഞാൻ രാവിലെ എഴുന്നേറ്റ് ഞാൻ ഒരു വെള്ളം കുടിക്കണമെങ്കിൽ എൻ്റെ ചെടികൾക്ക് ഞാൻ നനച്ചിട്ടേ ഞാൻ കുടിക്കൂ. അത്രക്കും ചെടി ഭ്രാന്ത് തലക്ക് കുടിക്കുന്നു. പിന്നെ എനിക്ക് പച്ചക്കറി ഇങ്ങനെ കണ്ടിക്കണം. വിളവെടുക്കുന്ന എനിക്ക് സഹിച്ചൂടാ, സങ്കട. വിളവെടുത്തിട്ട് പിന്നെ ആ ചെടിയെ നോക്കുന്ന ഒരു സങ്കട. അങ്ങനെ ഇനി ഞാനും നന. ഞങ്ങളോട് പറഞ്ഞില്ലേ പൊട്ടിപ്പോയിട്ട് ഇങ്ങനെ പീസാക്കി നട്ടതാണെന്ന്. പൊട്ടിപ്പോയ ഇതിമെന്നായിരുന്നു കേട്ടോ. ഇതിമെന്ന് നിങ്ങൾ കാണുന്നുണ്ടോ എന്ന് അറിയില്ലതാ. ഈ കമ്പാണ് പൊട്ടിയത്. ഈ കമ്പാണ് പൊട്ടിയത്. ഇതിന് പകരം ഇവിടെ നല്ലൊരു ചെടി ഉണ്ടായി. ഇതെന്താണെന്നറിയോ? ഇത് ബട്ടർഫ്ലൈ. എവിടെ നോക്കിയാലും എനിക്ക് ബട്ടർഫ്ലൈ മുളച്ച് വരും. ഇതിന് വേറെ ഒരു പാത്രത്തിൽ നടണം. ഇവരെ കൂട്ടിയാൽ പറ്റൂല. അപ്പം ഞാൻ നനക്കട്ടെ. 4 എണ്ണം കിട്ടി എനിക്ക്. ഫസ്റ്റിൽ നട്ടതിന് നനക്കുക. നമുക്ക് വേർതിരിവൊന്നുമില്ല, എല്ലാവരും ഒരുപോലെ. ഇതിനെ നനച്ചു കൊടുത്താട്ടെ ഫസ്റ്റിൽ. ഇത് പെട്ടെന്ന് വേര് പിടിക്കൂ. ഞാൻ പറഞ്ഞല്ലോ ഇവിടെ അങ്ങ് വെച്ച് കൊടുത്താൽ മതി. ഇങ്ങനെ ചെയ്ത് വെക്കണ്ട നിങ്ങൾക്ക്. ഇനി ഇതിന് അധികമൊന്നും വേണ്ട. ഇതിനൊക്കെ നനച്ചിന്. രാവിലെ ഞാൻ നനച്ചതാണ്. ഇവർ നോക്കിക്കണ്ട വരും. ഇനി ഞാൻ നിങ്ങൾക്ക് ഇത് നട്ട് കാണിച്ചു തന്നില്ലേ, ഞാൻ വേറെ നട്ടിട്ട് പ്ലാവിൻ്റെ ഇലയിൽ മുളച്ച് കാണിച്ചു തരാം. ഞാൻ പ്ലാവിൻ്റെ ഇല കുമ്പിൾ കുത്തിയിട്ട് പയറ് നട്ടിട്ട് പയറ് മുളച്ചുണ്ടായി കണ്ടോ. അതൊക്കെ പയറ് മുളച്ചതാ. മുള വരുന്നേലും കാണിക്കാനായില്ല. അതൊക്കെ മുള വന്നു. ഇത് പച്ച പ്ലാവിൻ്റെ ഇലയാ കണ്ടോ. അതെല്ലാം വന്നു. ഇതിലൊക്കെ വന്നു മുളച്ച് കണ്ടോ. ഓ ഇതിവിടെ മുള ഇങ്ങനെ അങ്ങ് കുത്തി വെച്ച് കൊടുത്തു. എന്നാലേ കുത്തനെ നിൽക്കുള്ളൂ. കണ്ടോ. ഈ ഒരു വിദ്യ പ്രയോഗിച്ചാലുണ്ടല്ലോ നമുക്ക് എന്ത് ചെയ്യാനറിയാം. പയറ് നടുന്ന സ്ഥലത്ത് മണ്ണ് കുഴിച്ചിട്ട് ഇതുപോലെ ഇറക്കി വെക്കുക. അതുപോലെ ഇറക്കി വെക്കുക. ഇത് ഞാൻ മെനിയാന്ന് ചെയ്തത്. അന്നത്തേക്ക് മുള വന്നു. ഇല പോലും ഒന്നും ആയില്ല. ഇതിപ്പോൾ ജെറേനിയത്തിൻ്റെ വീഡിയോയിൽ വരേണ്ടതല്ല. എന്നാലും ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവർ കണ്ടോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ടല്ലോ. ഞാൻ പുതിയ തൈ എങ്ങനെ ഉണ്ടാക്കുന്നത്, തൈ ഉണ്ടാക്കിയത് എങ്ങനെ നടുന്നത്, നട്ടത് എങ്ങനെയാണ് വൃത്തിയാക്കേണ്ടത്, എപ്പോഴാണ് നനക്കേണ്ടത്, എല്ലാ പോട്ടി മിക്സൊക്കെ ഞാൻ കാണിച്ചു തന്നല്ലോ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് വരാം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് സബ് തന്നെ സപ്പോർട്ട് ചെയ്യണേ. ബൈ ബൈ എല്ലാവരും. അസ്സലാമു അലൈക്കും.